ഹായ് ഗേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഭക്ഷണം കഴിച്ചോ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പഴംപൊരി ആയാലോ? പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. പഴം ചെറുതാക്കി അരിയുക, എന്നിട്ട് മാവില്ലേ, മാവ് നല്ലോണം കുഴക്കി ഇങ്ങനെ പാകാക്കിക്കണം. എന്നിട്ട് ഇട്ടിട്ട് നല്ല പഴം മുക്കി നല്ല മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ചീനിച്ചട്ടിയിൽ വയ്ക്കുക. ചീനിച്ചട്ടിയിൽ കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവണം. എണ്ണ ചൂടായതിന് ശേഷം ഇതിട്ട് മുക്കിയത് എടുത്തിട്ട് പഴം ഈ മാവിൽ മുക്കിയത് ഇടുക. ഹായ്, ഇതാ ടേസ്റ്റ് എന്ന് പറയാം. ഹായ് വാ, പഴംപൊരി ഇങ്ങനെ വേകുന്നുണ്ടല്ല, പഴംപൊരി വേകുന്നുണ്ടാ എന്താട്ടെ അല്ലേ? വേകുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നല്ലേ? വേഗന കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നല്ലേ? പഴംപൊരി ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേകുന്നുണ്ടല്ലേ. ഹായ് വാതി മനോഹരം, എന്താ ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നല്ലേ? കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. പഴംപൊരി ഇങ്ങനെ വെന്ത് വരുന്നില്ല, വെന്ത് വരണ്ടല്ലേ? കണ്ടല്ലോ, മുരിഞ്ഞ് വരുന്നുണ്ടല്ലേ, വെന്ത് വരണ്ടല്ലേ? പഴംപൊരി വെന്ത് വരുന്നുണ്ടാ. എല്ലാവർക്കും സുഖമല്ലേ? എന്തെങ്കിലും വിശേഷങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ പഴംപൊരി? നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? എൻ്റെ വെന്ത് വരുന്നുണ്ടല്ലേ പഴംപൊരി, ഇങ്ങനെ വെന്ത് ഇങ്ങനെ വരുന്നു. വെന്ത് വരുന്നുണ്ടോ പഴംപൊരി? ഹായ്. എന്നിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിടണം, മറ്റേ ഭാഗം വേകണ്ടേ. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗം വേവിക്കണം. അതാ അങ്ങനെ മറ്റേ ഭാഗം നല്ല വെന്ത് മുരിഞ്ഞിങ്ങനെ എല്ലാ പാകമായിട്ട് ഹായ് വാ. പീടികയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ മായമൊന്നും ചേർക്കുന്നതല്ലേ, മായം ചേർക്കാത്തതല്ലേ, നല്ല ഇതുണ്ടാക്കുന്നതല്ലേ. പീടികയിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് ചേർത്തില്ല, നല്ല ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചേർത്തില്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്നും ചേർത്തില്ല, നല്ല നാടനല്ലേ. ഇങ്ങനെ പഴംപൊരി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും, മറിച്ചിട്ട് ആ ഭാഗം വെന്ത് വരുന്നുണ്ട്. ഹായ് വാ, കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നല്ലേ. വേറെ വീട്ടിലുണ്ടാക്കാറുണ്ടോ പഴംപൊരി? ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ? എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇങ്ങനെ വെന്ത് വരണ്ടല്ലേ പഴംപൊരി, വെന്ത് വരണുണ്ടല്ലേ. എണ്ണയൊക്കെ ഇങ്ങനെ വെന്ത് ഇങ്ങനെ പാകമായി വരുന്നുണ്ട്, വെന്ത് വരുന്നുണ്ട്. കണ്ടില്ലേ വെന്ത് വരുന്നു പഴംപൊരി, വെന്ത് വരുന്നുണ്ടല്ലേ, എല്ലാം ഇങ്ങനെ പാകമായി വരുന്നു. തിരിച്ചിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ടല്ലേ. നിങ്ങളെ വീട്ടിലുണ്ടാക്കാറുണ്ടോ പഴംപൊരി? ഹായ് വാ, കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ടല്ലേ? കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നു അല്ലേ? ഇതിൻ്റെ പഴം പൊരിച്ചത് ഇതിൽ ഭംഗിയല്ലേ കാണാൻ, മനോഹരമല്ലേ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നല്ലേ? കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നും. രണ്ട് ഭാഗം വെന്തൽ എടുത്ത് പ്ലേറ്റിലാക്കണം, വേറെ ഇടണം. രണ്ട് സൈഡും വെന്തതിന് ശേഷം എടുത്ത് പ്ലേറ്റിലിടുക. എല്ലാം മുരിഞ്ഞ് വരുന്നുണ്ടല്ലേ, രണ്ട് ഭാഗം വെന്തിക്കണല്ലേ. എടുത്തിട്ട് പ്ലേറ്റിൽ മാറ്റി വയ്ക്കുക. രണ്ട് ഭാഗം വെന്ത പ്ലേറ്റിൽ വെച്ചിരുന്നു. എന്നിട്ട് വേറെ അടുത്ത് വേറെ ഇടുക. വെന്തതിന് ശേഷം അടുത്ത് വീണ്ടും ഇടുക. നല്ല വെന്ത് വരുന്നുണ്ട് കണ്ടാ. നല്ല ഇടുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് നല്ല വേഗട്ടെ അവിടെ കിടന്ന്. കണ്ടില്ലേ പഴംപൊരി എല്ലാം റെഡിയായി. കണ്ടില്ലേ പഴംപൊരി റെഡിയായി. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സി യു, ബൈ, ടാറ്റാ ബൈ ബൈ.